ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദേവാ സ്റ്റാർ ഹോംസ് പുനലൂർ, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പത്തനാപുരം, കൊട്ടാരക്കര, ചടയമംഗലം, ശ്രീ വിനായക ഫിസിയോതെറാപ്പി സെന്റർ അഞ്ചൽ പുനലൂർ, ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരത ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ, പരുത്തിപ്പാറ, TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുനലൂർ, പാലപ്പുറ ഫാഷൻ ജുവലേഴ്സ് പുനലൂർ, ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ പുനലൂർ, കുരുമ്പേരിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചെമ്മന്തൂർ പുനലൂർ, കടവിൽ ബാബു ആൻഡ് കമ്പനി തൊഴിക്കോട് പുനലൂർ. ദേവാ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവാ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവാ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. പകരം വയ്ക്കാനാവാത്ത പരിശുദ്ധിയുമായി വിജയകൃഷ്ണ ജ്വല്ലേഴ്സ് പത്തനാപുരത്ത്. പാരമ്പര്യത്തിന്റെയും പുതുമയുടെയും വിസ്മയമൊരുക്കി ഡിസംബർ 18 രാവിലെ 10 മണിക്ക് വിജയകൃഷ്ണ ജ്വല്ലേഴ്സിന്റെ പുതിയ ഷോറൂം നിങ്ങൾക്കായി സമർപ്പിക്കാൻ ഞാൻ എത്തുന്നു. ഈ ശുഭമുഹൂർത്തത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മറക്കല്ലേ, ഡിസംബർ 18 രാവിലെ 10 മണിക്ക് വിജയകൃഷ്ണ ജ്വല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. ശ്രീ വിനായക ഫിസിയോതെറാപ്പി സെന്റർ സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. വാദം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ശ്രീ വിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മേ, ആറ്റിറ്റ്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ബെനോ ജോയി. പ്രധാന വാർത്തകൾ. കുന്നിക്കോട് ബിയർ വൈൻ പാർലർ അഴിമതി വിവാദത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസും CPIയും രംഗത്ത്. സെക്രട്ടറിയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണമെന്നും ആവശ്യം. UDF തെക്കൻ മേഖലാ ജാഥയെ സ്വീകരിക്കാൻ പുനലൂരിൽ ആലോചനാ യോഗം. 30 വർഷത്തിനിടയിൽ കേരള കോൺഗ്രസ് ബിയുടെ പ്രാതിനിധ്യമില്ലാത്ത ആദ്യ യോഗം. ആര്യങ്കാവ് പാലരുവി വെള്ളച്ചാട്ടം വിനോദസഞ്ചാരികൾക്കായി തുറന്നു നൽകുന്നില്ല. പ്രതിഷേധം ശക്തമാകുന്നു. AIYFന്റെ നേതൃത്വത്തിൽ പാലരുവിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കുന്നിക്കോട് ബിയർ വൈൻ പാർലറിന് ലൈസൻസ് നൽകിയ നടപടിയിൽ വിളക്കുടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ CPI നേതൃത്വത്തിൽ നടത്തിവരുന്ന സമരം 3 ദിവസം പിന്നിട്ടു. പ്രസിഡന്റിന്റെ രാജിയും സെക്രട്ടറിയുടെ സസ്പെൻഷനുമാണ് CPI ആവശ്യപ്പെടുന്നത്. വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജോസ് പ്രകാശ് സ്ഥാനമൊഴിയണമെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് CPI പ്രതിനിധികളായ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ നടത്തിവരുന്ന പ്രതിഷേധം 3-ാം ദിവസവും പിന്നിട്ടു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R. അജികുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗം അജിമോഹൻ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുലത രാജീവൻ, സോമരാജൻ, മിനിമോൾ സുരേന്ദ്രൻ, അജിത സുരേഷ് എന്നീ CPI പ്രതിനിധികൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ പുറത്താക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജോസ് പ്രകാശ് രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് വിളക്കുടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുകയാണ്. ബിയർ വൈൻ പാർലർ നടത്തുന്നതിന് വേണ്ടി ഈ സ്വകാര്യ വ്യക്തി വീണ്ടും പഞ്ചായത്ത് കമ്മിറ്റിയിൽ അപേക്ഷിക്കുകയും പഞ്ചായത്ത് കമ്മിറ്റിയും LDFും കൂടി വീണ്ടും ഇത് കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തത്. എന്നാൽ വളരെ രഹസ്യമായി
പഞ്ചായത്തിൻ്റെ സെക്രട്ടറിയും ചില ആളുകളോട് ചേർന്ന് 18/7/2014 കമ്മിറ്റിയിൽ അജണ്ട വയ്ക്കാതെ കമ്മിറ്റിയിലെ അജണ്ടകൾക്ക് ശേഷം ഇത് തീരുമാനമായി എഴുതി ചേർക്കുകയും വളരെ രഹസ്യമായി ഈ സ്വകാര്യ വ്യക്തിക്ക് NOC കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് പഞ്ചായത്ത് മെമ്പർമാർ അന്വേഷിച്ചറിയുകയും ഒക്കെ ചെയ്തപ്പോൾ അതിനെതിരെ പരാതി DDPക്ക് നൽകുകയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നൽകുകയും അതോടൊപ്പം തന്നെ പഞ്ചായത്തിലെ സെക്രട്ടറി അവിഹിതമായി സ്വകാര്യ ലാഭത്തിന് വേണ്ടി ചെയ്ത ഈ നടപടി റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകുകയും ഞങ്ങൾ ന്യൂസ് ബ്യൂറോ പത്തനാപുരം. കുന്നിക്കോട് ബിയർ വൈൻ പാർലറിന് അനധികൃതമായി ലൈസൻസ് നൽകിയ നടപടിക്കെതിരെ പ്രതിഷേധം വ്യാപകം. പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നും സെക്രട്ടറിയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് വിളക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് മിനിറ്റ്സിൽ കൃത്രിമം കാട്ടി ബിയർ വൈൻ പാർലർ ഉടമയ്ക്ക് പ്രവർത്തനാനുമതി നൽകിയ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ ക്രിമിനൽ നടപടി പ്രകാരം കേസെടുത്ത് തലസ്ഥാനത്ത് നിന്നും സസ്പെൻഡ് ചെയ്യണമെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ബിയർ പാർലറിന് പ്രവർത്തനാനുമതി നൽകുന്നതിന് കൂട്ടുനിന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജോസ് പ്രകാശ് രാജിവെക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. LDF ഭരണസമിതി രാജിവെച്ച് ജനങ്ങളോട് മാപ്പ് പറയണമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് B മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് J ഷാജഹാൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. വിളക്കുടി ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയിലെ 20 അംഗങ്ങളും ഐക്യകണ്ഠേന നിരസിക്കുകയും ബിയറിനും വൈനും ഉള്ള ലൈസൻസ് നൽകാൻ കഴിയില്ല എന്ന് ബാർ ഉടമയെ രേഖാമൂലം അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ആ അധ്യായം അടഞ്ഞിരുന്നു. വിളക്കുടി പഞ്ചായത്തിലെ ജനങ്ങളും വിളക്കുടി പഞ്ചായത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും വളരെ സന്തോഷകരമായി വിളക്കുടി ഗ്രാമപഞ്ചായത്ത് എടുത്ത നിലപാട് അംഗീകരിക്കുകയും വളരെ സന്തോഷകരമായ അവസ്ഥയിൽ മുന്നോട്ട് പോവുകയുമാണ് ഉണ്ടായത്. 19 ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെയും ചതിച്ചുകൊണ്ട് ആരും ഒരു അറിയാതെ രാത്രി ഈ പഞ്ചായത്ത് ഓഫീസ് തുറന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ കൈക്കൂലി വാങ്ങിക്കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും വ്യാജമായി മിനിറ്റ്സിൽ രേഖപ്പെടുത്തി NAC ഈ ബാർ ഉടമയ്ക്ക് നൽകുകയാണ് ഉണ്ടായത്. INTUC ജില്ലാ സെക്രട്ടറി B ഷാജഹാൻ, DCC അംഗങ്ങളായ R പത്മഗിരീഷ്, കുന്നിക്കോട് ഷാജഹാൻ, നേതാക്കളായ റെജി ഇളമ്പൽ, K നസീർ, അബ്ദുൾ റഹീം, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അനീഷ് ഖാൻ, അനീഷ് മഞ്ഞമൺകാല, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VS വിനോദ്, N നിസാമുദ്ദീൻ, അദ്ബിയ നാസറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. രാവിലെ പഞ്ചായത്ത് ഓഫീസിലെത്തിയ ജീവനക്കാരെ ഓഫീസിനുള്ളിൽ പ്രവേശിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ അനുവദിച്ചില്ല. ഓഫീസിന് മുന്നിലെ ഉപരോധം 1 മണിവരെ നീണ്ടുനിന്നു. തുടർന്ന് പത്തനാപുരം CI R ബൈജുകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കോൺഗ്രസ് പ്രവർത്തകരെയും കോൺഗ്രസ് പ്രതിനിധികളായ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെയും അറസ്റ്റ് ചെയ്തു നീക്കി. രാവിലെ വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്ത് ഓഫീസിലെത്തിയ പൊതുജനങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് വലഞ്ഞു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. UDF തെക്കൻ മേഖലാ ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് പുനലൂർ നിയോജക മണ്ഡലം ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചു. UDF ജില്ലാ കൺവീനർ ഫിലിപ്പ് K തോമസ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച വൈകിട്ട് പുനലൂർ സ്വയംവര ഹാളിൽ നടന്ന യോഗം UDF ജില്ലാ കൺവീനർ ഫിലിപ്പ് K തോമസ് ഉദ്ഘാടനം ചെയ്തു. UDF നിയോജകമണ്ഡലം കമ്മിറ്റി ചെയർമാൻ കരിക്കത്തിൽ പ്രസേനൻ അധ്യക്ഷനായി. ഏരൂർ സുഭാഷ് സ്വാഗതം പറഞ്ഞു. 23-ന് വൈകിട്ട് അഞ്ചലിലെത്തുന്ന UDF തെക്കൻ മേഖലാ ജാഥയ്ക്ക് വൻ സ്വീകരണമൊരുക്കാനും മണ്ഡലത്തിൽ നിന്നും 5000 പ്രവർത്തകരെ ജാഥയിൽ പങ്കെടുപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി. കോൺഗ്രസ് നേതാക്കളായ പുനലൂർ മധു, അഞ്ചൽ സോമൻ, സൈമൺ അലക്സ്, കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം MA വേണു, ജമാലുദ്ദീൻ, എബ്രഹാം മാത്യു, സഞ്ജു ബുഖാരി, ജോർജ് കരവാളൂർ, KP ബാബു, നാസർ ഖാൻ, A സക്കീർ ഹുസൈൻ, പുനലൂർ നഗരസഭ UDF പാർലമെന്ററി പാർട്ടി ലീഡർ എബ്രഹാം ജോർജ്, ലിസി തുടങ്ങിയവർ പങ്കെടുത്തു. എന്തുകൊണ്ട് നമ്മൾ കഴിഞ്ഞ കാലങ്ങളൊക്കെ അപേക്ഷിച്ച് കൊല്ലം ജില്ലയിൽ നിൽക്കുന്ന ഒരു മണ്ഡലമാണ് പുനലൂർ നിയോജകം. വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ത്രിതല തെരഞ്ഞെടുപ്പിലും ഒക്കെ നമ്മൾ വളരെ മുന്നോട്ട് പോകുന്നത് പഞ്ചായത്തുകളിൽ വാർഡ് തരത്തിലുള്ള ഇളവുണ്ട്. അപ്പോൾ ഈ ജാഥ സഹായകരമായ നിലപാട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. NK പ്രേമചന്ദ്രൻ നയിക്കുന്ന ജാഥയിൽ മുൻ MP പീതാംബരക്കുറുപ്പ്, മുൻ MLA രാജൻ ബാബു എന്നിവർ വൈസ് ക്യാപ്റ്റന്മാരാണ്. ജില്ലയിലെ പ്രമുഖ UDF നേതാക്കളായ KC രാജൻ, ശൂരനാട് രാജശേഖരൻ, V സതീശീലൻ, C മോഹനൻപിള്ള, AA അസീസ് MLA, കോവൂർ കുഞ്ഞുമോൻ MLA, KPCC ഉപാധ്യക്ഷൻ ഭാരതീപുരം ശശി തുടങ്ങിയവർ സ്വീകരണ യോഗത്തിൽ പങ്കെടുക്കും. 23-ന് നടക്കുന്ന സ്വീകരണ യോഗത്തിന് മുന്നോടിയായി വിപുലമായ ഒരുക്കങ്ങളാണ് UDF പുനലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. UDFൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ തെക്കൻ മേഖലാ ജാഥയെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. ലൈവ് വാർത്ത പുനലൂർ. 30 വർഷത്തിനിടയിൽ കേരള കോൺഗ്രസ് B ഇല്ലാതെ UDF പുനലൂർ നിയോജക മണ്ഡലം ജനറൽ ബോഡി യോഗം നടത്തി.
7 ഘടകകക്ഷികളെ ഉൾപ്പെടുത്തിയാണ് യോഗം നടത്തിയത്. കേരള കോൺഗ്രസ് ബി UDF വിട്ടതോടെ 7 ഘടകകക്ഷികളെ ഉൾപ്പെടുത്തിയാണ് ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചത്. കേരള കോൺഗ്രസ് ബി പ്രതിനിധിയായിരുന്ന കരിക്കത്തിൽ കെ തങ്കപ്പൻപിള്ളയായിരുന്നു UDF കൊല്ലം ജില്ലാ കൺവീനർ. എന്നാൽ ബിയുടെ മുന്നണി മാറ്റത്തെ തുടർന്ന് ഇദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്നും മാറ്റുകയും RSP നേതാവായ ഫിലിപ്പ് കെ തോമസ് പുതിയ UDF കൊല്ലം ജില്ലാ കൺവീനർ ആവുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം പുനലൂരിൽ നടന്ന UDF നിയോജകമണ്ഡലം ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്തതും ഇദ്ദേഹമായിരുന്നു. കഴിഞ്ഞ 30 വർഷമായി മണ്ഡലത്തിലെ UDFന്റെ എല്ലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളും ഉദ്ഘാടനം ചെയ്തിരുന്നത് കേരള കോൺഗ്രസ് ബി ചെയർമാൻ R ബാലകൃഷ്ണപിള്ളയായിരുന്നു. ഇപ്പോൾ ബി പ്രതിനിധിയല്ലാതെ നടന്ന UDF നിയോജകമണ്ഡലം ജനറൽ ബോഡി യോഗവും ഏറെ ശ്രദ്ധേയമായി. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത പുനലൂർ. തെന്മല ഗ്രാമപഞ്ചായത്തിലെ ചാലിയേക്കര ചെല്ലൻകോട് റോഡിന്റെ ഉദ്ഘാടനം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചാലിയേക്കര വാർഡിലെ ചെല്ലങ്കോട് നിവാസികളുടെ 40 വർഷത്തെ സ്വപ്നമായിരുന്നു സഞ്ചാരയോഗ്യമായ റോഡ്. AVTയുടെ തോട്ടത്തിലൂടെയുള്ള നടവഴിയാണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നിരവധി തവണ വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡ് നൽകണമെന്ന് AVT മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടെങ്കിലും നൽകാമെന്ന് പറഞ്ഞ് കബളിപ്പിക്കുകയായിരുന്നു അത്രേ. തുടർന്നാണ് ഗ്രാമപഞ്ചായത്ത് അംഗം കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികളായ 35 കുടുംബങ്ങൾ തോട്ടത്തിലൂടെ റോഡ് വെട്ടിയത്. മാനേജ്മെന്റിന്റെ പ്രതിരോധത്തെ അവഗണിച്ച് ഒരു രാത്രി കൊണ്ടാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഈ റോഡിന്റെ ഉദ്ഘാടനമാണ് സംഘടിപ്പിച്ചത്. ഉദ്ഘാടന സമ്മേളനത്തിന് വാർഡ് മെമ്പർ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. 1ാം വാർഡ് മെമ്പർ സി ചെല്ലപ്പൻ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒന്ന് ഓർത്തിരുന്നാൽ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലുണ്ടായിരിക്കുന്ന എസ്റ്റേറ്റുകൾക്ക് മാനേജ്മെന്റ് ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിൽ നമ്മുടെ രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായി എസ്റ്റേറ്റ് മാനേജ്മെന്റുകൾ അല്ലെങ്കിൽ മുതലാളിമാർ സ്വീകരിക്കുന്ന നിലപാടുകളെ കുറിച്ച് ഒന്ന് ചിന്തിക്കണം എന്ന് മാത്രമാണ് ചിന്തിക്കാവുന്നത്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VM സലീം, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം N ഗോപിനാഥപിള്ള, മുൻ വാർഡ് മെമ്പർ G ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പുനലൂർ. പവിത്രം ജുവലേഴ്സ് ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹാൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിൽ എതിർവശം, പുനലൂർ. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഒഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഒഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോൺടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഒഫ്താൽമോളജി. ദിവസേന വേദനരഹിത, തുന്നൽരഹിത, രക്തരഹിത തിമിര ശസ്ത്രക്രിയകൾ ആശുപത്രിവാസമില്ലാതെ മിതമായ നിരക്കിൽ ചെയ്യപ്പെടുന്ന പുനലൂരിലെ ഏക സ്ഥാപനം. ഫോൺ തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, ഫിനോലിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 222120. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. കാറ്ററിംഗ് സർവീസ്, വി കാറ്റർ ഫോർ ഓൾ ഒക്കേഷൻ. എലഗന്റ് ഇവന്റ്സ്, SBT ATM സമീപം, KO എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം. ഫോൺ 99476970. സ്വപ്ന വസ്ത്രങ്ങളുടെ പരവതാനി വിരിച്ച് ആധുനികം മുതൽ പരമ്പരാഗതം വരെയുള്ള ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ജോസ് ടെക്സ്റ്റൈൽസ്, വാൻ ഹ്യൂസൺ, ലൂയി ഫിലിപ്പ്, സീറോ, പാർക്കർ, പാൻ അമേരിക്ക, പീറ്റർ ഇംഗ്ലണ്ട്, സിട്രസ്, രാംരാജ്, ലിവിൻ ട്രൗസേഴ്സ്, യൗവൻ ചുരിദാർ മെറ്റീരിയൽസ്, ബേബി കെയർ പ്രോഡക്ട്സ് എന്നിവ. ജോസ് ടെക്സ്റ്റൈൽസ്, PO ജംഗ്ഷൻ, പുനലൂർ. പരുത്തിപ്പാറ, തിരുവനന്തപുരം. ഫോൺ 0471
254-5858. TVTM English Medium School near Boys Higher Secondary School, പുനലൂർ. പത്തനാപുരം താലൂക്ക് സമാജത്തിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന മികച്ച വിദ്യാഭ്യാസ സ്ഥാപനം. കഴിഞ്ഞ 20 വർഷമായി രക്ഷിതാക്കൾ അർപ്പിച്ച വിശ്വാസമാണ് ഞങ്ങളുടെ മുഖമുദ്ര. പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം. മികച്ച നേതൃപാഠവും പരിചയസമ്പന്നരായ അധ്യാപകർ, സ്കൂൾ ബസ് സൗകര്യം. 2015-16 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. TVTM English Medium School near Boys Higher Secondary School, പുനലൂർ. ഫോൺ 9961410570. ക്ലാസിക് ഫുട്വെയർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് എതിർവശം, മെയിൻ റോഡ്, പുനലൂർ. ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളുടെ വിവിധ വർണ്ണങ്ങളിലും ഡിസൈനുകളിലുമുള്ള പാദരക്ഷകൾ, ലേഡീസ് ബാഗുകൾ, ട്രാവലിൻ ബാഗുകൾ, ട്രോളി ബാഗുകൾ, ക്രിക്കറ്റ് ബാറ്റുകൾ, ഷട്ടിൽ ബാറ്റുകൾ, ഫുട്ബോളുകൾ, ക്യാരംസ് ബോർഡുകൾ എന്നിവ വളരെ മിതമായ വിലയ്ക്ക് ഞങ്ങളിൽ നിന്നും ലഭിക്കുന്നു. ക്ലാസിക് ഫുട്വെയർ, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, മെയിൻ റോഡ്, കിങ്സ് മെഡിക്കൽ സെന്റർ താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ, സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. മിതമായ ഫീസ് നിരക്കുകൾ, തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. കിങ്സ് മെഡിക്കൽ സെന്റർ താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. മൊബൈൽ 9447255870. മഞ്ഞമൺകാല പൗരസമിതി നിർമ്മിച്ച വെയിറ്റിംഗ് ഷെഡ് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി. കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. സരോജാദേവി ഉദ്ഘാടനം നിർവഹിച്ചു. പുനലൂർ നഗരസഭയുടെയും കരവാളൂർ ഗ്രാമപഞ്ചായത്തിന്റെയും വിളക്കുടി ഗ്രാമപഞ്ചായത്തിന്റെയും സംഗമസ്ഥാനത്താണ് മഞ്ഞമൺകാല പൗരസമിതി വെയിറ്റിംഗ് ഷെഡ് യാഥാർത്ഥ്യമാക്കിയത്. പ്രദേശവാസികളുടെ നീണ്ടനാളത്തെ ആഗ്രഹം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പിലാക്കാത്ത സാഹചര്യത്തിലാണ് പൗരസമിതി രംഗത്ത് വന്നത്. 25,000 രൂപ ചെലവഴിച്ചാണ് വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ചത്. ഉദ്ഘാടന സമ്മേളനത്തിന് പൗരസമിതി രക്ഷാധികാരി KG ബിനു അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് MK ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സരോജാദേവി ഉദ്ഘാടനം നിർവഹിച്ചു. അതായത് കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ ഈ പൗരസമിതി മുൻകൈയെടുത്ത് ഇതിന്റെ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. വാർഡ് മെമ്പർ ജെസി രാജു, അനി ജെ ബാബു, ജി രഞ്ജിത്ത്, ആശ്രമത്ത് ഗോപാലകൃഷ്ണൻ, NK ഉണ്ണിത്താൻ, N കരുണാകരൻ, MA വേണു, മോഹനചന്ദ്രൻ പിള്ള, ശാന്തമ്മ പൊന്നച്ചൻ, M തുളസീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഒരു മാതൃദിനം കൂടി കടന്നുപോകുമ്പോൾ വാർദ്ധക്യത്തിൽ ജീവിതത്തിന്റെ കയ്പുനീർ കുടിക്കേണ്ടി വന്ന ഗോമതിയുടെ തേങ്ങലുകൾ അടങ്ങുന്നില്ല. മാതൃദിനത്തിൽ തെന്മലയിൽ നിന്നുള്ള ഒരു നേർക്കാഴ്ച. 70-ാം വയസ്സിലും ജീവിതത്തിന്റെ കയ്പ് നിർമാത്രം രുചിക്കേണ്ടി വന്ന ഹതഭാഗിയാണ് തെന്മല ഡാം കോളനിയിൽ ഗോമതിയമ്മ. 15 വർഷം മുമ്പ് ഗോമതിയമ്മയുടെ ഭർത്താവ് മരിച്ചതോടെ സ്വസ്ഥ ജീവിതത്തിന്റെ താളം തെറ്റുകയായിരുന്നു. 2 ആൺമക്കളായിരുന്നു ഗോമതിയമ്മയ്ക്ക്. മൂത്ത മകൻ ആത്മഹത്യ ചെയ്തു. ഇളയ മകൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും അമ്മയെ മറന്നിട്ട് ദശാബ്ദങ്ങൾ കഴിയുന്നു. നൊന്തു പ്രസവിച്ച് പോറ്റി വളർത്തിയ അമ്മ വാർദ്ധക്യകാലത്ത് ഉണ്ണുന്നതും ഉറങ്ങുന്നതും അറിയാൻ ഈ മകൻ മെനക്കെടാറില്ല. നിർധനർക്ക് സർക്കാർ നൽകുന്ന 1 രൂപയുടെ റേഷനരി കൊണ്ടാണ് ഈ അമ്മ ഒരു ദിവസം തള്ളി നീക്കുന്നത്. പ്രതിമാസം സർക്കാർ നൽകുന്ന 600 രൂപയാണ് ഈ അമ്മയുടെ ഏക വരുമാന മാർഗം. 3-4 മാസം കൂടുമ്പോഴാണ് ലഭിക്കുന്നതും. ഗവൺമെന്റിൽ 60 രൂപ 600 രൂപ അടയ്ക്കും. அதை வச்சு தானே எந்த ஜீவிதம் கழியுது. 2 மக்களில் ஒரு மகன் செத்து போனான். ஒரு மகன் என்ன நோக்கத்தில். இப்போ நான் அங்கே உள்ள நான் ஒத்தைக்கு தானே தாமசத்தில் இருக்கேன். எனக்கு எந்த வருமானமும் கிடையாது. പഞ്ചായത്തിലെന്ത് ഒരു സലവയും കിടയാതെ. ഈ ദിവസങ്ങളിൽ അത്രയും അരപ്പട്ടിണിയുമായി അന്തിയുറങ്ങുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഈ അമ്മയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. വൈദ്യുതി ഇല്ലെങ്കിലും പഞ്ചായത്തിൽ നിന്നും അനുവദിച്ചു നൽകിയ വീട് ഇന്ന് ഒരു വലിയ അനുഗ്രഹമാണ്. പഞ്ചായത്ത് ഓഫീസിൽ കയറിയിറങ്ങുന്നതിനോ സർക്കാർ ആനുകൂല്യങ്ങൾക്ക് അപേക്ഷ നൽകുന്നതിനോ അനാരോഗ്യം ഒരു വലിയ വിലങ്ങുതടിയാവുകയാണ്. സ്വന്തം കുടുംബം കെട്ടുറപ്പിലാക്കുവാൻ നെട്ടോട്ടമോടുന്ന മക്കൾ ജന്മം തന്ന മാതാപിതാക്കളെ പാതിവഴിയിൽ ഉപേക്ഷിക്കുകയോ മനഃപൂർവ്വം വിസ്മരിക്കുകയോ ചെയ്യുന്നത് കേരളീയ ജീവിതശൈലിയുടെ ഭാഗമായി കഴിഞ്ഞ ഈ കാലത്തിൽ ഈ അമ്മയുടെ സ്ഥിതി കാലാന്തരത്തിൽ തനിക്കുള്ള മുന്നറിയിപ്പാണെന്ന് മക്കൾ മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തെന്മല. പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ B. ഹരികുമാരൻ പിള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിലെ 50 വോളണ്ടിയർമാരാണ് ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തത്. പരിസര ശുചിത്വത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് വിദ്യാർത്ഥികൾ ഒരേ മനസ്സോടെയാണ് ശുചീകരണത്തിൽ പങ്കെടുത്തത്.
സ്കൂൾ പ്രിൻസിപ്പൽ കെ ഹരികുമാരൻ പിള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മഴക്കാലജന്യ രോഗങ്ങളെക്കുറിച്ചും അവയെ പ്രതിരോധിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രിൻസിപ്പൽ ഉദ്ബോധനം നടത്തി. വിവിധങ്ങളായ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് മഴവെള്ളത്തിലൂടെ ഇത് തോടുകളിലെത്തി, നദികളിലെത്തി. ഈ നദികളിലെ ജലം നമ്മൾ നിരവധി ആവശ്യങ്ങൾക്ക് നമ്മൾ പമ്പ് ചെയ്ത് അതിൻ്റെ ഉപയോഗങ്ങൾ വിവിധങ്ങളായ തരത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഏറ്റവും വലിയ രോഗങ്ങൾ ഉണ്ടാകുന്നത് മാലിന്യ ജലങ്ങളിൽ നിന്നാണ്. സമൂഹത്തെ മാലിന്യവിമുക്തമാക്കേണ്ടത് തങ്ങളുടെ കടമയാണെന്ന് തിരിച്ചറിഞ്ഞ വിദ്യാർത്ഥികൾ മാലിന്യവിമുക്ത പ്രതിജ്ഞയും എടുത്തു. മഴവെള്ളം പരമാവധി ഉപയോഗപ്പെടുത്തുവാനും മഴക്കൊയ്ത്ത് നടത്തുവാനും വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുന്നതിനായി NSS വോളണ്ടിയർമാർ സ്കൂൾ പരിസരത്ത് മഴക്കുഴി നിർമ്മിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ KB സുരേഷ് കുമാർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ലൈവ് വാർത്ത, പുനലൂർ. പത്തനാപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കായി കുടുംബസംഗമം നടത്തി. പത്തനാപുരം ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിലാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബസംഗമം പത്തനാപുരം MLA KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മരുന്ന് വാങ്ങാനും ആവശ്യമായ ഒരു തുക സമാഹരിച്ച് കൊടുക്കുന്നു എന്നറിഞ്ഞതിൽ ഞങ്ങൾക്കെല്ലാം സന്തോഷമുണ്ടായി. അപ്പം അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഞാൻ ഉടൻ തന്നെ സർക്കിൾ ഇൻസ്പെക്ടറോട് പറഞ്ഞു, സർക്കിൾ ഇൻസ്പെക്ടറുടെ ചുമതലയിൽ കുറച്ചുകൂടി ഇപ്പോൾ പലപ്പോഴും ഈ സേവന പ്രവർത്തനം നടത്തുന്ന അവരുടെ മാസമുള്ള ശമ്പളത്തിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ മാസ ശമ്പളത്തിൽ നിന്ന് മാറ്റിവെക്കുന്ന തുക കൊണ്ടാണ് നിങ്ങളെയൊക്കെ സഹായിക്കുന്നത്. അതിലുപരിയായി നല്ല മനസ്സുള്ള വ്യക്തികൾ, ഈ നിയോജകമണ്ഡലത്തിൽ താമസിക്കുന്നതും വിദേശത്തുള്ളതുമായിട്ടുള്ള നല്ല മനസ്സുള്ള വ്യക്തികൾ, എന്നെ പോലുള്ള ജനപ്രതിനിധികൾ, ഇവരുടെ എല്ലാ മാസവും ഉള്ളൊരു ചെറിയ ചെറിയ സംഭാവന ഒരുമിച്ച് കൂട്ടി നിങ്ങളെ എല്ലാവരെയും സഹായിക്കുന്നതിനുള്ള തുക, കൂടുതൽ തുക കണ്ടെത്താനും കൂടുതൽ ആളുകളെ സഹായിക്കാനും കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കാനുള്ള ജനമൈത്രി പോലീസിന്റെ മേൽനോട്ടത്തിൽ മുതിർന്നവരെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി നടത്തുന്ന ഇത്തരം കൂട്ടായ്മ മാതൃകാപരമാണെന്ന് KB ഗണേഷ് കുമാർ MLA പറഞ്ഞു. പത്തനാപുരം സർക്കിൾ ഇൻസ്പെക്ടർ R ബൈജുകുമാർ അധ്യക്ഷത വഹിച്ചു. വിവിധ പ്രദേശങ്ങളിൽ നിന്നായി പെൻഷനേഴ്സ് ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് മുതിർന്ന പൌരന്മാരും ഒറ്റയ്ക്ക് താമസിക്കുന്നവരുമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ഗാനങ്ങൾ ആലപിച്ചും കഥകൾ പറഞ്ഞുമാണ് ചടങ്ങിൽ പങ്കെടുത്തവർ സംഗമ പരിപാടി ആഘോഷമാക്കി മാറ്റിയത്. മുഖ്യ സംഘാടകനായ MM ഷെരീഫ്, ഫാദർ KA എബ്രഹാം, ജില്ലാ പഞ്ചായത്ത് അംഗം ലതാ സി നായർ, മാധ്യമപ്രവർത്തകൻ പ്രദീപ് ഗുരുകുലം, ഉസ്മാൻ സാഹിബ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. Palittra Fashion Jewelers, as pure as your love. Punalur, Alapi, Pathanamthitta, Cherthala, Thoppambadi and Goldsuk. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിലുണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. കാഴ്ചയുടെ ദീപവുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് SBT സമീപം മെയിൻ റോഡ്, പുനലൂർ. എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്യാസ് സ്റ്റവുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ഇൻവെർട്ടറുകൾ, ഡിജിറ്റൽ UPSകൾ തുടങ്ങി എല്ലാവിധ ഗൃഹോപകരണങ്ങളും, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ എന്നിവയുടെ വിൽപ്പനയും സർവീസും അഹൂജ, സ്റ്റുഡിയോ മാസ്റ്റർ എന്നീ കമ്പനികളുടെ പബ്ലിക് അഡ്രസ് സിസ്റ്റവും ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, സ്പെയറുകൾ, കോർ ഓഡിയോ സിസ്റ്റംസ്, കേബിൾ TV ഐറ്റംസ് എന്നിവയും DTH സെയിൽസ് ആൻഡ് റീചാർജിംഗ് സേവനവും ലഭ്യമാണ്. കുറുമ്പേലിൽ സമ്മാന പെരുമഴ ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ. മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി AICT അപ്രൂവൽ. ഞങ്ങളുടെ പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. UG കോഴ്സുകൾ BE മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, BE സിവിൽ എഞ്ചിനീയറിംഗ്, BE കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, BE ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, BE ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, BTech ഇൻഫർമേഷൻ ടെക്നോളജി. PG കോഴ്സുകൾ ME കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ME പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഡ്രൈവ്സ് ആൻഡ് ME VLSI ഡിസൈൻ. കമ്പ്യൂട്ടറൈസ്ഡ് ഡിജിറ്റൽ ലൈബ്രറി, ലബോറട്ടറികളും വർക്ക്ഷോപ്പും. കേരള ഫുഡ്. യാത്രാ സൗകര്യം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ഹോസ്റ്റലുകൾ. ഫോർ അഡ്മിഷൻ കോൺടാക്ട് മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കുട്ടക്കുഴി, നിയർ മാർത്താണ്ഡം, കന്യാകുമാരി ഡിസ്ട്രിക്ട്, തമിഴ്നാട്. ഫോൺ 04651276611. NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിയർ ചെമ്മന്തൂർ ഹൈസ്കൂൾ, പുനലൂർ. മാനേജ്ഡ് ബൈ പത്തനാപുരം താലൂക്ക് സമാജം. LKG മുതൽ 4th സ്റ്റാൻഡേർഡ് വരെയുള്ള ക്ലാസുകൾ തികഞ്ഞ അച്ചടക്ക പരിചയ സമ്പന്നരായ അധ്യാപകർ.
അധ്യാപകർ, 100% സുരക്ഷിതത്വം, സമീപ പ്രദേശങ്ങളിലേക്ക് സ്കൂൾ ബസ് സൗകര്യം, പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും മുൻഗണന, മികച്ച നേതൃപാഠവും. 2015-16 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. NPPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിയർ ചെമ്മന്തൂർ ഹൈസ്കൂൾ, പുനലൂർ. ഫോൺ 0475227100. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. പെട്രോ ടൈൽസ്, എക്സ്റ്റീരിയർ ഡിസൈനർ ടൈൽസ്, പേവിംഗ് ബ്ലോക്സ്, വോൾ ടൈൽ, ഫ്ലോർ ടൈൽ എന്നിവ നിർമ്മിക്കപ്പെടുന്നു. വിവിധ ഡിസൈനുകളിലുള്ള ടൈലുകൾ തിരഞ്ഞെടുക്കാം. ഹോളോ ബ്രിക്സ്, കോൺക്രീറ്റ് ബ്ലോക്കുകൾ, ഇഷ്ടിക, മെറ്റൽ, പാറമണൽ, സിമന്റ്, സ്റ്റീൽ, AC ഷീറ്റ്, കമ്പി, പെയിന്റ് ആൻഡ് സാനിറ്ററി, റൂഫിംഗ് ഷീറ്റ്, സെറാമിക് ടൈലുകൾ തുടങ്ങി മേൽത്തരം കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ലഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. ഫോൺ 0475222636. പരിമിതമായ സീറ്റുകളോട് കൂടി പുനലൂർ ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ഈ വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പ്രത്യേകതകൾ: ഡൊണേഷൻ ഇല്ല, മിതമായ ഫീസ്, തികഞ്ഞ അച്ചടക്കത്തിലൂടെ മൂല്യാധിഷ്ഠിത പഠനം, വിദേശത്തും സ്വദേശത്തും പരിചയം നേടിയ അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ, കമ്പ്യൂട്ടർ, സ്മാർട്ട് ക്ലാസ്, നവീകരിച്ച കിഡ്സ് കോർണർ, പരിസ്ഥിതി സൗഹൃദ വിദ്യാലയം, റെഡ് ക്രോസ്, ഡാൻസ്, കരാട്ടെ, കൌൺസിലിംഗ് ക്ലാസ്, നേതൃപരിശീലന ക്യാമ്പുകൾ, മുതിർന്ന പെൺകുട്ടികളുടെ സുരക്ഷയ്ക്കായി മാതൃസമിതി, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി റെമഡിയൽ ക്ലാസ് എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതകളാകുന്നു. കൃഷി വികസന പദ്ധതികൾ, ചെസ്, ക്യാരംസ്, റോളർ സ്കേറ്റിംഗ്, ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ തുടങ്ങി ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിം ഫെസിലിറ്റീസ്, ലാബ്, ലൈബ്രറി ഫെസിലിറ്റീസ്, ബസ് ഫെസിലിറ്റീസ് എന്നിവ ലഭ്യമാണ്. അറബി ഭാഷാ പഠനമുള്ള പുനലൂരിലെ ഏക CBSE വിദ്യാലയം. ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ചേർത്ത് നിങ്ങളുടെ കുട്ടികളുടെ ഭാവി ഉറപ്പാക്കൂ. ഫാത്തിമ പബ്ലിക് സ്കൂൾ, പുനലൂർ. അല്ല, പെണ്ണെവിടുന്നാ? ഗുജറാത്ത് ആണെന്ന് തോന്നുന്നു. പെണ്ണെവിടുന്നാ? മഹാരാഷ്ട്ര. എല്ലാവരും ചോദിക്കുന്നു പെണ്ണെവിടുന്നാന്ന്. എവിടെന്നാന്ന് നീ പറ. ഗുജറാത്ത് ബന്ദേജ് മുതൽ കാഞ്ചീപുരം പട്ട് വരെ ഇന്ത്യയിലെ വെവ്വേറെ സ്ഥലങ്ങളിലെ ബ്യൂട്ടിഫുൾ സിൽക്സ്. നിങ്ങളുടെ കല്യാണത്തിലെ ഓരോ വിശേഷത്തിനും. പെണ്ണെവിടുന്നാ? പെണ്ണ് എവിടുന്നാ? പെണ്ണ് എവിടുന്നാന്ന്? ലക്നോ സിൽക്സ് ഓഫ് ഇന്ത്യ ബ്രൈഡൽ 7 എല്ലാ സ്ഥലങ്ങളിലെയും പട്ട് RMKVയിൽ മാത്രം. പുനലൂർ നഗരസഭയിലെ മഴക്കുഴി നിർമ്മാണത്തിന്റെ നഗരസഭാതല ഉദ്ഘാടനം ഐക്കരക്കോണം LPSൽ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു. പുനലൂർ നഗരസഭയും പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായാണ് നീർത്തട പദ്ധതി നടപ്പാക്കുന്നത്. ഈ പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ നഗരസഭയും പുനലൂർ നഗരസഭയാണ്. നഗരസഭയിലെ 35 വാർഡുകളിലുമായി 2500 മഴക്കുഴികൾ സജ്ജമാക്കും. ഉദ്ഘാടന സമ്മേളനത്തിന് നഗരസഭ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് PA അനസ് സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു. മഴക്കാലത്ത് ജലം സംഭരിച്ചു നിർത്തുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായിരുന്നു. വേനൽക്കാലത്ത് നമ്മൾ വയലിലറിയിച്ചെന്ന മോർഭാഗം വെടിച്ചെറിയുമെങ്കിലും അടിഭാഗത്ത് നിലവും കാണുമായിരുന്നു. നിലമുള്ളപ്പോൾ അതിന്റെ തലയ്ക്കൽ ഒരു കുളമുണ്ടായിരുന്നു, അതിനൊരു ചാരുമുണ്ട്. അപ്പൊ മഴക്കാലത്ത് ഒഴിവരുന്ന വെള്ളം സംഭരിച്ച് വയലേലകളിൽ നിർത്തി നമ്മൾ പുരയിടത്തിലേക്ക് കിണറുകളിലേക്കും ഒക്കെ തന്നെ മനുഷ്യ ശരീരത്തിൽ ഞരമ്പുകളിലൂടെ രക്തം ഒഴുകുന്നത് പോലെ ചെറിയ ചെറിയ ചാലുകളായിട്ട് നമ്മുടെ കിണറുകളിലേക്ക് ഒക്കെ വരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. മുൻ വൈസ് ചെയർമാൻ S. ബിജു പദ്ധതി വിശദീകരണം നടത്തി. സിന്ധു പ്രമോദ്, R. സുനിൽ, T. സഞ്ജയ് ഖാൻ, സജി, ഐക്കര ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ കക്കോട് റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകർ ജില്ലാ പഞ്ചായത്ത് അംഗത്തെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ നഗരസഭയിലെ വാർഡുകളിൽ മഴക്കുഴി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. HS വാർഡിലെ മഴക്കുഴി നിർമ്മാണം ഉദ്ഘാടനം MLA അഡ്വക്കേറ്റ് K. രാജു നിർവഹിച്ചു. പുനലൂർ നഗരസഭയിലെ 35 വാർഡുകളിലും വാട്ടർഷെഡ് പദ്ധതി പ്രകാരം മഴക്കുഴിയുടെ നിർമ്മാണം ആരംഭിച്ചു. 1.5 മീറ്റർ നീളവും വീതിയുമുള്ള മഴക്കുഴിയുടെ നിർമ്മാണ ചെലവ് 118 രൂപയാണ്. HS വാർഡിലെ ഉദ്ഘാടന സമ്മേളനത്തിന് CPI നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിജയൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ PA അനസ് സ്വാഗതം പറഞ്ഞു. പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു ഉദ്ഘാടനം നിർവഹിച്ചു. യഥാർത്ഥത്തിൽ ഈ ഭൂമിയെ നോവിച്ച് മരം മുറിച്ച് കുളം നികത്തി വയൽ നികത്തി അങ്ങനെ ഭൂമിയെ യഥാർത്ഥത്തിൽ ദ്രോഹിച്ച മനുഷ്യർ തന്നെ. അതിന്റെ ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോൾ അനുഭവിച്ചത്. അത് നമുക്ക് തിരിച്ചെടുക്കണം. റസൂൽ BV, അസീസ്, താജു, ശൈലജ, BV അമ്മാൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
പുനലൂർ നഗരസഭയിലെ തുമ്പോട് വാർഡിൽ മഴക്കുഴി നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. CPM ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. നീർത്തട സംരക്ഷണ പദ്ധതി പ്രകാരം പുനലൂർ നഗരസഭയിൽപ്പെട്ട തുമ്പോട് വാർഡിൽ മഴക്കുഴി നിർമ്മാണത്തിന്റെയും മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെയും ഉദ്ഘാടനം CPM ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ നിർവഹിച്ചു. അടുത്തൊരു ലോക മഹായുദ്ധം തന്നെ ഭാവിയിൽ നടക്കാൻ സാധ്യത വെള്ളമുള്ള മേഖലകൾ പിടിച്ചെടുക്കാൻ വൻ ശക്തികൾ നടത്തുന്ന പോരാട്ടങ്ങളാണ്. അപ്പൊ നമുക്കിപ്പോ പ്രായമായ ആളുകളൊക്കെ ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ തന്നെ കാലത്ത് 1 ലിറ്റർ വെള്ളത്തിന് 20 രൂപ കൊടുത്ത് വാങ്ങിക്കുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയിട്ടുണ്ട്? നമ്മൾ എന്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ അത്ഭുതപ്പെട്ടു. വന്ന് നമ്മൾ ചിന്തിക്കുക 1 ലിറ്റർ വെള്ളം കുടിക്കാൻ വേണ്ടി 20 രൂപ കൊടുക്കും. പക്ഷെ ഇപ്പൊ എന്തോ സ്ഥിതി? ഇപ്പൊ എത്ര പേരാ 20 ലിറ്റർ വെള്ളത്തിന്റെ ബോട്ടിൽ വാങ്ങിച്ചു കുടിക്കുന്നത്? അപ്പൊ വെള്ളം വലിയ വിലയുള്ള വസ്തുവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാസുരന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വസന്തകുമാർ, P. വിജയൻ, ബിനു, സുനിൽ, ശ്യാമള തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ആര്യങ്കാവ് പാലരുവി വെള്ളച്ചാട്ടം സഞ്ചാരികൾക്ക് തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് AIYFന്റെ നേതൃത്വത്തിൽ പാലരുവിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. AIYF സംസ്ഥാന കമ്മിറ്റി അംഗം KV സിജു ധർണ ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സമരം സംഘടിപ്പിച്ചത്. ആര്യങ്കാവ് RTO ചെക്ക് പോസ്റ്റ് പടിക്കൽ നിന്നും പ്രകടനമായെത്തിയ സമരക്കാർ പാലരുവി പ്രവേശന കവാടത്തിൽ ധർണ നടത്തി. ധർണ AIYF സംസ്ഥാന കമ്മിറ്റി അംഗം KV സിജു ഉദ്ഘാടനം ചെയ്തു. DFOയുടെ നേതൃത്വത്തിൽ അവർക്കുടെ സ്വന്തക്കാരെയും ബന്ധുക്കാരെയും മാത്രം പാലരുവി വെള്ളച്ചാട്ടത്തിലേക്ക് കയറ്റിവിടുന്ന ഒരു സമീപനമാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 മാസക്കാലമായി അടച്ചിട്ടിരിക്കുന്ന പാലരുവി വെള്ളച്ചാട്ടത്തിന്റെ കവാടം ഉടൻ തുറന്നു നൽകിയില്ലെങ്കിൽ AIYFന്റെ നേതൃത്വത്തിൽ സഞ്ചാരികളെ കയറ്റിവിടുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഉടനെ തന്നെ പാലരുവി വെള്ളച്ചാട്ടം വിനോദസഞ്ചാരികൾക്ക് തുറന്നു കൊടുത്തില്ലെങ്കിൽ AIYFന്റെ നേതൃത്വത്തിൽ സമരഭടന്മാർ ഇവിടെ നിന്നുകൊണ്ട് വിനോദസഞ്ചാരികളെ പാലരുവി വെള്ളച്ചാട്ടത്തിലേക്ക് കയറ്റിവിടും എന്ന് ഇവിടെ പറയുകയാണ്. DFO തമിഴ്നാട്ടിലെ കുറ്റാലം വെള്ളച്ചാട്ടത്തിന് സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ വേണ്ടിയാണ് പാലരുവിയെ തകർക്കാൻ ശ്രമിക്കുന്നതെന്നും AIYF നേതാക്കൾ ആരോപിച്ചു. ധർണയ്ക്ക് AIYF മണ്ഡലം സെക്രട്ടറി പ്രവീൺ കുമാർ സ്വാഗതം പറഞ്ഞു. I. മൻസൂർ അധ്യക്ഷനായി. CPI നേതാക്കളായ PO യോഹന്നാൻ, K. ശിവൻകുട്ടി, S. നവമണി, അച്ചൻകോവിൽ സുരേഷ് ബാബു, സിബിൽ ബാബു, K. രാജൻ, ശ്രീദേവി, AIYF പ്രവർത്തകരായ റോയി ഫിലിപ്പ്, ശ്യാം രാജ് തുടങ്ങിയവർ സംസാരിച്ചു. ധർണ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലും നിരവധി വാഹനങ്ങൾ പാലരുവിയിൽ പ്രവേശിക്കാൻ കഴിയാതെ തിരിച്ചു പോകുന്നതും കാണാമായിരുന്നു. ലൈവ് വാർത്ത, ആര്യങ്കാവ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നിക്കോട് ബിയർ വൈൻ പാർലർ അഴിമതി വിവാദത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസും CPIയും രംഗത്ത്. സെക്രട്ടറിയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണമെന്നും ആവശ്യം. UDF തെക്കൻ മേഖലാ ജാഥയെ സ്വീകരിക്കാൻ പുനലൂരിൽ ആലോചനാ യോഗം. 30 വർഷത്തിനിടയിൽ കേരള കോൺഗ്രസ് ബിയുടെ പ്രാതിനിധ്യമില്ലാത്ത ആദ്യ യോഗം. ആര്യങ്കാവ് പാലരുവി വെള്ളച്ചാട്ടം വിനോദസഞ്ചാരികൾക്കായി തുറന്നു നൽകുന്നില്ല. പ്രതിഷേധം ശക്തമാകുന്നു. AIYFന്റെ നേതൃത്വത്തിൽ പാലരുവിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.
ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദേവാ സ്റ്റാർ ഹോംസ് പുനലൂർ, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പത്തനാപുരം, കൊട്ടാരക്കര, ചടയമംഗലം, ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ അഞ്ചൽ പുനലൂർ, ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരതായി ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ, പരുത്തിപ്പാറ, TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുനലൂർ, പാലത്ര ഫാഷൻ ജുവലേഴ്സ് പുനലൂർ, ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ പുനലൂർ, കുരുമ്പേരിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചെമ്മന്തൂർ പുനലൂർ, കടവിൽ ബാബു ആൻഡ് കമ്പനി തൊഴിൽക്കോട്